ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും അജീസ് ലൈഫ് ജേണലിൽ നിന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മല്ലി ഉണ്ടല്ലോ, അതെങ്ങനെ വളരെ എളുപ്പത്തിൽ മുളപ്പിച്ചെടുക്കുക എന്നും അതിൽ നിന്ന് എങ്ങനെ വളരെ സക്സസ് ആയിട്ട് മല്ലിയിലെ കൃഷി ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിലുണ്ടല്ലോ അതിനേക്കാളും നല്ല മണവും രുചിയും ഹെൽത്തി ആയിട്ടുള്ള മല്ലിയില നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പം മുളപ്പിക്കാനായിട്ട് എടുക്കുന്ന മല്ലിവിത്ത് പുതിയതാണോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും. മാക്സിമം പുതിയ ഡേറ്റ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. പിന്നെ ഇത് പുതിയതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കളറൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ഗോൾഡൻ കളറാണെന്നുണ്ടെങ്കിൽ ഇത് പുതിയതാണ്. കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പഴകിയതായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതാണോ പഴയതാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പഴയ മല്ലിവിത്താണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മുളച്ച് കിട്ടില്ല. അപ്പം ഞാനിതാ ഒരു കപ്പോളം മല്ലിവിത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് തലേ ദിവസം കുതിർത്ത മല്ലിവിത്താണ്. പിറ്റേന്ന് ഇതുപോലെ കൈകൊണ്ട് നന്നായി തന്നെ ഞെരടി എടുക്കണം. കാരണം ഇത് അത്യാവശ്യം കട്ടിയുള്ള തോടാണ് ഈ ഒരു മല്ലിവിത്തിനുള്ളത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഞെരടി കഴിഞ്ഞാൽ ഒരു സീഡിനകത്ത്, അതായത് ഒരു മല്ലിക്കകത്ത് 2 സീഡായിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ മല്ലിവിത്ത് നന്നായിട്ട് മുളച്ച് കിട്ടൂ. നമുക്ക് പറ്റുന്നിടത്തോളം നന്നായി ഞെരടിയതിന് ശേഷം നമുക്കിത് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ വിത്ത് മുളപ്പിച്ചെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ആ കമ്പോസ്റ്റും കിച്ചൺ കമ്പോസ്റ്റും കൂടിയിട്ട് സെയിം അളവിൽ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം കല്ലൊന്നുമില്ലാതെ കട്ടകളൊന്നുമില്ലാതെ നല്ല തരിതരിയായിട്ടുള്ള മണ്ണ് വേണം ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ദുബായിലാണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് മണ്ണൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെ വേണം മണ്ണൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് ഇത് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലിപ്പം ഞാൻ 2 കമ്പോസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ചാണകപ്പൊടി ചേർത്തിട്ടില്ല. ചാണകപ്പൊടി ചേർക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിവിത്ത് ചീഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഈ 2 കമ്പോസ്റ്റ് മാത്രം മതി. പിന്നെ ഈ ഒരു ചട്ടി 3/4 ഭാഗം ആവുന്നവരേക്കും നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മല്ലിവിത്ത് ഈ ചട്ടി ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്ന രീതിയിൽ മല്ലിവിത്ത് ഇട്ട് കൊടുക്കുക. അതായത് പരന്ന് കിടക്കുന്ന രീതിയിൽ മല്ലിവിത്ത് ഇട്ട് കൊടുക്കുക. വളരെ തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സീഡ് മുളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മല്ലി വളരും തോറും ഇങ്ങനെ ചാഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ തിക്കായിട്ട് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മുളച്ച് വരുമ്പോൾ നല്ല രീതിയിൽ ബുഷിയായിട്ട് മുളച്ച് വരുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി കുറഞ്ഞ അളവിൽ മാത്രം മണ്ണെടുത്തിട്ട് ഈ മല്ലിയത്തിൻ്റെ മേലെ വെതറി കൊടുക്കുക. വളരെ തിക്കായിട്ട് തന്നെ ഇടേണ്ട കാര്യമില്ല. ഈ സീഡ്സ് ഒക്കെ ഒന്ന് മൂടി കിട്ടിയാൽ മതിയാവും. എന്നിട്ട് ഫുള്ളായിട്ട് വെള്ളം എത്തുന്ന രീതിയിൽ ഒന്ന് നനച്ചും കൂടി കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മല്ലിയിലക്ക് ഓവർ വാട്ടറിങ് ഒട്ടും നല്ലതല്ല. നമ്മൾ അത്യാവശ്യം തണുപ്പുള്ള സീസണിലാണല്ലോ മല്ലി കൃഷി ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പം അത്യാവശ്യം ഈർപ്പം മണ്ണിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ല എന്നുള്ള ഒരു സമയം വന്നാൽ മാത്രം വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിട്ടാ. ഇതിപ്പോൾ നിങ്ങളീ കാണുന്നത് ഞാൻ മല്ലിവിത്ത് നട്ടിട്ട് 6-ാം ദിവസം മല്ലിവിത്ത് മുളച്ച് വന്നിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ദിവസത്തിനുള്ളിൽ തന്നെ മല്ലിവിത്ത് മുളച്ച് തുടങ്ങും കേട്ടോ.
ഇത് കണ്ടോ, ഇതൊരു 10 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു പ്രായമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിൽ ഫുള്ളായിട്ടും തിക്കായിട്ട് മുളച്ച് വന്നിട്ടില്ല. ചില സീഡ്സൊക്കെ മുളക്കാൻ കുറച്ച് ടൈം എടുക്കും. മല്ലിവിത്ത് മുളക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 3 ദിവസം മുതൽ ഒരു 15 ദിവസം വരെയാണ് ഇതിൻ്റെ ഒരു ടൈം വരുന്നത്. ഇതിനിടയിൽ പല വിത്തുകളും പല ടൈമിലായിരിക്കും മുളച്ച് കിട്ടുക കേട്ടോ. ഇതിപ്പം 20 ഡേയ്സിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ചട്ടി നിറയെ ബുഷിയായിട്ട് തിങ്ങി നിറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിയില വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രൂപം ഉണ്ടല്ലോ, അത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിപ്പം 1 മാസം പ്രായമായിട്ടുള്ള മല്ലിത്തൈകളാണ്. ഇതിപ്പം കറക്റ്റ് മല്ലിയിലയുടെ ഒരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ചട്ടി നിറയെ തെങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ട് തന്നെ മല്ലിവിത്ത് പാകണം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം കുഴിയുള്ള ഒരു ചട്ടി തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. കാരണം ഇതിന് അത്യാവശ്യം വേര് താഴേക്ക് ഇറങ്ങിപ്പോകുന്നൊരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആഴത്തിലുള്ള ഒരു പോട്ട് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും വളരെ നല്ലത്. ഇതിപ്പം 40 ദിവസമായിട്ടുള്ള മല്ലിത്തൈകളാണ്. ഇതിപ്പോൾ കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ ഒന്നായിട്ട് മൊത്തത്തിൽ മുറിച്ചെടുക്കാതെ ആവശ്യം വരുമ്പം കുറേശ്ശെ കുറേശ്ശെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിനിടയിൽ 2 മുളക് തൈ കൂടി ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ കാണിച്ചിട്ടില്ല. അത് ഞാൻ മല്ലിയിട്ട് പാകുമ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിപ്പോൾ എന്നുള്ളത് ഒരു ഡൗട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഇതിപ്പോൾ ഇതാ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മല്ലിയിലയുടെ ആ ഒരു കറക്റ്റ് രൂപത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിന് മുമ്പ് വേണമെങ്കിലും ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു ടൈമിലാണ് കട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ മല്ലിവിത്ത് പാകുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം ആകുമ്പോഴത്തേനും നമ്മൾ വേറൊരു പോട്ടിലും കൂടി ഇതുപോലെ നട്ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും മല്ലിയില പറിക്കാനായിട്ടുണ്ടാവും. ഇത് തീരുമ്പോഴേക്കും ആ ഒരു പോട്ടിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇത് തുടർന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് മല്ലിയില പറിച്ചെടുക്കാൻ കിട്ടും. എനിക്ക് ഒരു കറിയിലേക്കുള്ള മല്ലിയില ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ആ ഒരു ടൈം ആകുമ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിലേക്കാളും പ്രത്യേക മണവും രുചിയൊക്കെയാണ് ഈ ഒരു മല്ലിയിലക്ക്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിലക്ക് ഈ ഒരു മണമല്ല. നിങ്ങളത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതുപോലൊക്കെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് എത്രത്തോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതല്ലേ. ഞാൻ മല്ലിയില മാത്രമല്ല കേട്ടോ, എനിക്ക് പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.